ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കലിൽ ഓർമ്മപ്പെടുത്തലുമായി MVD. പുതിയ നിയമം അനുസരിച്ച് ഓരോ പ്രായത്തിന്റെയും റൂള് വ്യത്യസ്തമാണ്. 2026 ഓഗസ്റ്റ് 15 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക. വാഹനമോടിക്കുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? എന്നാൽ ഇതാ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കലിൽ ഓർമ്മപ്പെടുത്തലുമായി MVD തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. പുതിയ നിയമമനുസരിച്ച് ഓരോ പ്രായത്തിന്റെയും റൂൾ വ്യത്യസ്തമാണ്. അതിനാൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതെ, ഡ്രൈവിംഗ് ലൈസൻസുകളുടെ കാലാവധിയിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. 2019 മോട്ടോർ വെഹിക്കിൾ ആക്ട് ഭേദഗതി ചെയ്യുന്നതുവരെയുള്ള കാലാവധിയിലാണ് വലിയ മാറ്റം കൊണ്ടുവരുന്നത്. 2019 ഭേദഗതിയോടെയാണ് ഇതിൽ മാറ്റം വന്നത്. ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി പരമാവധി 20 വർഷമോ അല്ലെങ്കിൽ 50 വയസ്സാകുന്നതുവരെ ആയിരുന്നു. മോട്ടോർ വെഹിക്കിൾ ആക്ട് ഭേദഗതി ചെയ്യുന്നതുവരെ നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രീതി. എന്നാൽ 50 വയസ്സിനു ശേഷം 5 വർഷം വീതം കാലാവധി നൽകിയിരുന്നു. എന്നാൽ 2019 ഭേദഗതിയോടെ അതിൽ മാറ്റങ്ങൾ വരികയാണ്. അതിനുശേഷം എടുത്തതോ പുതുക്കിയതോ ആയ ലൈസൻസുകളുടെ കാലാവധിയിലാണ് മാറ്റം. 2019 മുമ്പ് 3 വർഷമായിരുന്നു മീഡിയം ഹെവി വാഹന ലൈസൻസുകളുടെ കാലാവധി. എന്നാൽ 2019 ശേഷം എടുത്തതോ പുതുക്കിയതോ ആണെങ്കിൽ 5 വർഷമാണ് കാലാവധി. ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി നിശ്ചയിക്കുന്നത് മോട്ടോർ വാഹന നിയമത്തിലെ 14-ാം വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി പ്രായത്തിലുമുണ്ട് വ്യത്യാസം. 30 വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോൾ എടുക്കുന്ന ലൈസൻസിന്റെ കാലാവധി ആ ലൈസൻസ് ഉടമയ്ക്ക് 40 വയസ്സാകുന്നതുവരെയാണ്. അതായത് 18-ാം വയസ്സിൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചാൽ അയാൾ അത് പുതുക്കേണ്ടത് ആ ലൈസൻസ് ഉടമയ്ക്ക് 40 വയസ്സ് ആകുമ്പോഴാണ്. 30-നും 50-നും ഇടയിൽ പ്രായമുള്ളപ്പോൾ ലൈസൻസ് എടുത്തതാണെങ്കിൽ അതിന്റെ കാലാവധി പരിധി എന്ന് പറയുന്നത് 10 വർഷമാണ്. അതിനുശേഷം നിയമപ്രകാരം അയാൾ ലൈസൻസ് പുതുക്കണം. 31-ാം വയസ്സിൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന വ്യക്തി അയാൾക്ക് 41 വയസ്സാകുമ്പോൾ ലൈസൻസ് പുതുക്കണമെന്നും MVD ഓർമ്മപ്പെടുത്തുന്നു. മുമ്പ് ഈ പ്രായത്തിലുള്ളവർക്ക് ലഭിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധിയും 20 വർഷമായിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.